അളിയാ നീ എത്തിയാ? അളിയനൊരു കാര്യം ചെയ്യേ, ഇങ്ങോട്ട് വാ. അല്ല വേണ്ട വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വരാം. അളിയപ്പോ ക്വാറന്റൈൻ കാണാം. നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാന്നേ. നീ വിട്ടോ, ക്വാറന്റൈൻ അടിക്കാൻ വേണ്ടി വന്നതാ. തുറക്കുന്നേ. എടാ പറയണ കേക്ക്, നീ ക്വാറന്റൈൻ കാണാന്ന്. അവിടെ ടച്ചിങ് ഒന്നും ഇല്ലെന്നേ. അത് പ്ലീസ് നീ പോ. അളിയാ നിന്നെ ഇതാണ് സ്ഥലം. ഞാൻ മോനത്തിൽ. നിങ്ങൾ പോകുന്നു സെന്ററിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. ചേട്ടാ മാസ്ക് ഒന്ന് ഇട്ടിട്ടേ കൈയൊന്ന് സാനിറ്റൈസ് ചെയ്തേക്ക്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത് 5ാമത്തെ പ്രാവശ്യം സാനിറ്റൈസ് ചെയ്യുന്നത്. ചൈനയിൽ ആരോ ആഹാരം കഴിച്ചതിന് നമ്മളാണ് ഇവിടെ കൈയും കഴുകി നടക്കുന്നത്. ഇതിനോ അന്തിയില്ലേ? മതിയല്ല. മുകളിലാണ് നിങ്ങളുടെ മുറി അറേഞ്ച് ചെയ്തേക്കണത്. വാ. അപ്പൊ ഈ വീടോ? ഇതൊരു NRIയുടെ വീടാണ്. ഗവൺമെന്റ് ക്വാറന്റൈൻ വിട്ടുകൊടുത്തേക്കാണ്. ഓ അത് ശരി. ഇവിടെ 3 മുറി ഉള്ളത്, 2 ഫില്ലാണ്. ഇതാണ് നിങ്ങളുടേത്. അതെ, ഈ ഫുഡിന്റെ കേസൊക്കെ എങ്ങനെയാ? ഇവിടെ ഒരു കാറ്ററിംഗ് സെന്ററുകാരോട് പറഞ്ഞിട്ടുണ്ട്, അവർ കൃത്യസമയത്ത് എത്തിച്ചോളൂ. ഓക്കെ. അതെ, ഒരു സോഡ കിട്ടുമോ? ചേട്ടോ, ഇത് റിസോർട്ടൊന്നും അല്ല, ഗവൺമെന്റ് ക്വാറന്റൈൻ സെന്ററാ. വിളിച്ചേക്കാം. അളിയാ, നീ എത്തിയാ? 2 മണിക്കൂറായുള്ളൂ ഞാൻ എത്തിയിട്ട്. എവിടെയാ സ്റ്റേ? ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറി ഇല്ലേ, അവിടെ നിന്ന് 300-350 മീറ്റർ തൊട്ടടുത്ത് നമ്മുടെ വീട്. അവിടെ എങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? സൗകര്യങ്ങളൊക്കെ അടിപൊളി സൗകര്യങ്ങളാണ്. പക്ഷെ 7-8 ദിവസം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പറയുമ്പോൾ ഭയങ്കര ബോറാ. ഇതല്ലേ ഞാനിപ്പോൾ 2 അടിച്ചിട്ടിരിക്കുക അളിയാ. ഇവിടെ 2 മാസമായി പച്ചക്കിരിക്കുക. അളിയനൊരു കാര്യം ചെയ്യേ, ഇങ്ങോട്ട് വാ. അല്ല വേണ്ട വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വരാം. അത് ശരിയാവില്ല, ക്വാറന്റൈൻ വേണം. അങ്ങനെ പറയരുത്, ഞാൻ വരും. ക്വാറന്റൈൻ കഴിഞ്ഞ് വന്നാൽ മതി. എന്താ അളിയാ ഇങ്ങനെയൊക്കെ? ഈ ഒരുമിച്ചിരുന്ന് കമ്പനി കൂടിയിട്ട് 2 വർഷമായില്ലേ? എടാ ക്വാറന്റൈൻ കഴിഞ്ഞ് കാണാന്നേ. ഞാൻ വരും. വേണ്ട, പിന്നെ കാണാം. ഞാൻ വരും അളിയാ. വരണ്ട. ഞാൻ വരും. വരണ്ട വരണ്ട വരണ്ട, ഇങ്ങോട്ട് വരണ്ട. കട്ടും ചെയ്തു.
2 മാസമായി കഴിച്ചിട്ടെന്ന്. ഇവിടെയാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ മിച്ചം ഇരിക്കുക. പിന്നെ പുള്ളി എന്തൊരു പച്ചക്കിരിക്കണം. അങ്ങോട്ട് പോയേക്കാം. നല്ല ഹൈറ്റ് ആണല്ലോ. കാലൊടിയോ? കാറൊക്കെ കിടക്കുന്നുണ്ടല്ലോ. അയ്യോ, ഇങ്ങനെ എവിടെയാണ് താമസിക്കുന്നത്? അത് മോരത്തിനായിരുന്നോ? അളിയാ, നീയാ? നിന്നോടല്ലേ ഞാൻ വരണാന്ന് പറഞ്ഞേ? ഇത് കണ്ടോ? ആബ്സലൂട്ടാ. ഓൾക്കേ കിട്ടിയുള്ളൂ. ഇതെനിക്ക് ഇരിക്കട്ടെ. നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാളിയാ. ഹേ, ഇത് ശരിയാവില്ല, നീ വിട്ടോ. നമുക്ക് ഒരുമിച്ച് അകത്തിരുന്ന് അടിക്കാന്നേ. ഹേ, അളിയൻ പോക്കോ. അപ്പൊ കുപ്പിയോ? കുപ്പി ഞാൻ സാനിറ്റൈസ് ചെയ്തിരുന്നോളാം. അതെന്നെ പറഞ്ഞോളിയാ. അളിയൻ പോക്കോ, ക്വാറന്റൈൻ കാണാം. നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാന്നേ. നീ വിട്ടോ, ക്വാറന്റൈൻ കാണാം. അടിക്കാൻ വേണ്ടി വന്നതാ. തുറക്കുന്നേ. എടാ പറയണ കേക്ക്. നീ ക്വാറന്റൈൻ കാണാന്ന്. അവിടെ ടച്ചിങ് ഒന്നും ഇല്ലെന്നേ. പ്ലീസ് നീ പോ. അളിയാ, നീ വിട്ടോ, ക്വാറന്റൈൻ കാണാം. ഇതൊരുമാതിരി പരിപാടിയായി പോയി. ഇങ്ങനെ ഇങ്ങനെ പൂസും പോയി, കുപ്പിയും പോയി. ഇനി അതിന്റെ മുകളിൽ വലിഞ്ഞും കയറണം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. ഇത് അവളാണല്ലോ. ഹലോ, ക്വാറന്റൈൻ സെന്ററിലെ സെന്ററിൽ നിന്ന് വിളിച്ചോ? ഏത് മുടിയാ നേരത്താണോ ഇത് തോന്നിയത്?
കാറ്റ് കൊള്ളാൻ വേണ്ടിയേ വെളിയിലേ ഈ ബാങ്ക് കൊണ്ടാണ് കാറ്റ് കൊള്ളാൻ പോയത്. ഈ കുപ്പി അല്ല, ഈ പാസ്പോർട്ട് എല്ലാം ബാഗിലാണ്, അതുകൊണ്ടാണ് ബാഗുമായിട്ട് പോയത്. പാസ്പോർട്ട് ഇനി അതിന്റെ ആവശ്യമൊന്നും ചേട്ടൻ വരാൻ ചാൻസ് ഇല്ല. അതെന്താ? ക്വാറന്റൈനിലേക്ക് ഇരിക്കുന്നവരുടെ പാസ്പോർട്ട് റദ്ദാക്കുന്ന നിയമം വരുമെന്നാ കേൾക്കണേ. ക്വാറന്റൈൻ തെറ്റിച്ചോ? ആര്? ചേട്ടൻ തന്നെ. അനാവശ്യം പറയരുത് കേട്ടോ. ചേട്ടൻ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ദേ ആ CCTV കിട്ടിയിട്ടുണ്ട്. ഓടുന്നതും ചാടുന്നതും മതിലിൽ തൂങ്ങിയിറങ്ങുന്നതും എല്ലാം ഇത് കിട്ടിയിട്ടുണ്ട്. അളിയന്റെ വീട് ഇവിടെ അടുത്തായിരുന്നു, അവിടെ വരുന്ന പോയെന്ന്. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പം ഇങ്ങെത്തും. അതെ, ചതിക്കല്ലേ. ചേട്ടനൊരു മാസ്ക് പോലും ഇല്ലാണ്ട് എവിടേക്ക് ഓടിയാണെന്ന്. നിങ്ങളെ പോലെ പൗരത്വബോധം ഇല്ലാത്തവരാണ് ഈ അസുഖം ഇങ്ങനെ പരത്തുന്നത്. അനിയ, ഇതിൽ നിന്ന് ഊരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയില്ല. കൈക്കൂലി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അല്ല വേണ്ട, അല്ല എല്ലാം കൂടെ ആലോചിച്ചിട്ട് ഒരു ഭയങ്കര ടെൻഷനും ഒരു സുഖമില്ല. എന്തായാലും അവര് വരട്ടെ. തന്റെ കാര്യം കട്ട പുകയിടൂ. ഏത് നേരത്താണ് വല്ലാത്തൊരു അസ്വസ്ഥത. ഒരു ചെറുതടിച്ചിരുന്നെങ്കിൽ തണുത്തതിനെ. അതെ, സോഡ വേണ്ട, ഒരു കുപ്പി ഒപ്പിച്ച് തരൂ. ഒരു കുപ്പി ഒപ്പിച്ച് തരൂ. എന്റെ അമ്മേ!